സത്യവിശ്വാസികളായ നമ്മളെല്ലാവരും നമ്മുടെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കുന്ന ആളുകളാണ്. ഓരോ ഖുത്ബകളും ക്ലാസ്സുകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്തുകളും ഹദീസുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരമാവധി പുലർത്താൻ ശ്രമിക്കുകയും അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരാകരുത്, അവനിഷ്ടമില്ലാത്ത കാര്യങ്ങൾ വന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നമ്മൾ. എന്നാൽ പൈശാചിക പ്രേരണകൾ കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ ചില പരിതസ്ഥിതിയോ കൂട്ടുകെട്ടോ ഒക്കെ വന്നു പോകുമ്പോഴോ നമ്മൾ അറിഞ്ഞും അറിയാതെയും ആഗ്രഹിച്ചാലുമില്ലെങ്കിലും യാന്ത്രികമായിട്ടോ പെട്ടുപോയത് കൊണ്ടോ ഒക്കെയായി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അബദ്ധങ്ങളും പോരായ്മകളുമൊക്കെ വന്നു പോകാറുണ്ട്. നമ്മളതെല്ലാം അള്ളാഹുവിനോട് പിന്നെയും ഏറ്റുപറഞ്ഞ് നന്നായി ജീവിക്കുന്ന ആളുകൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു സാധാരണഗതിയിലുള്ളൊരു ചോദ്യമുണ്ട്. അതിങ്ങനെയാണ്: പരമാവധി ദീനിയായി ജീവിക്കുമ്പോഴും ആ ദീൻ നിലനിർത്തുവാൻ, തെറ്റിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുന്ന ആ ജീവിതം നിലനിർത്തുവാൻ എന്തെങ്കിലുമൊക്കെ വല്ല ദുആയോ ദിക്റുകളോ ദുആകളോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? സാധാരണയായി ഒരുപാട് നല്ലവരായി യുവാക്കളും യുവതികളും മുതിർന്നവരുമൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞങ്ങൾ ദീനിയായി ജീവിക്കുന്നു, പക്ഷെ ചിലപ്പോഴൊക്കെ തെറ്റുപറ്റിപ്പോകുന്നു. ആ തെറ്റിൽ നിന്ന് തിരിച്ചു നന്നായി ജീവിക്കുമ്പോഴും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ഒന്ന് ഊർജം കിട്ടുവാൻ, തെറ്റിൽ നിന്ന് മാറി നിന്ന് ഭക്തിയോടുകൂടി ജീവിക്കുവാൻ വല്ല ദിക്റുകളോ ദുആകളോ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല പ്രാർത്ഥനകളും ആ വിഷയകരമായി നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ നമ്മളെ നേർക്കുനേരെ സ്വാധീനിക്കുന്ന, നമ്മൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട വളരെ ചെറിയ എന്നാൽ ലളിതമായ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഉദ്ദേശം, പ്രാർത്ഥന പറയുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് നമ്മളത് പഠിക്കണം. രണ്ടാമത്തേത്, ആ പ്രാർത്ഥനയിലൂടെ നമ്മളിൽ ഉണ്ടാകണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണോ അത് നമ്മൾ അറിയുകയും വേണം, അത് ജീവിതത്തിൽ പുലർത്തുകയും വേണം. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ന് ആ പ്രാർത്ഥന നമ്മൾ ഇൻഷാ അള്ളാഹ് ഖുത്ബയിലൂടെ സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇതേ ചോദ്യം മഹാനായ ശക്കൽ ഇബ്നു ഹമീദ് അൽ അബ്സി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് ചോദിക്കാൻ: പ്രവാചകരെ, യാ റസൂലുള്ളാഹ് അല്ലിംനി, നബി എനിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരണം. എന്താണ് പഠിപ്പിച്ചു തരേണ്ടത്? തഅവ്വുദൻ അതഅവ്വദു ബിഹി, അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കാനുള്ള, ശരണം ചോദിക്കാനുള്ള, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ, ഈമാൻ ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ശരണം ചോദിക്കാൻ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിലനിൽക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന പ്രവാചകരെ എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം. ഖാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയാണ്: ഖുൽ, നീ എന്നും പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ബസ്വരി, അല്ലാഹുവേ നീ എന്റെ കണ്ണിന്റെ ഷർറിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ, ശരണം നൽകണമേ. വമിൻ ശർരി ലിസാനി, നാവിന്റെ ഷർറിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ. വമിൻ ശർരി സംഇ, കേൾവികളിൽ നിന്നുള്ള ഷർറിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ. വമിൻ ശർരി ഖൽബി, ഹൃദയത്തിൽ നിന്ന് മോശമായ ചിന്തകൾ പോവുക വഴി അവിടെ സംഭവിക്കുന്ന ഷർറിൽ നിന്ന് അതാ നീ എന്നെ കാത്തുരക്ഷിക്കണമേ. വമിൻ ശർരി മനിയി, ലൈംഗികപരമായ അപജയങ്ങൾ സംഭവിക്കുക വഴി സംഭവിക്കുന്ന പാപങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ. 5 കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. ഈ 5 മതി. ആ 5 കാര്യങ്ങളും നമ്മൾ ശരിയാകണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും ഈ പ്രാർത്ഥന നമ്മൾ നിത്യജീവിതത്തിൽ പുലർത്തുകയും ചെയ്താൽ മതി സ്വർഗം ലഭിക്കാൻ. സഹോദരങ്ങളെ, വിശ്വാസത്തിന്റെ കൂടെ 5 കാര്യങ്ങൾ. ഒന്നാമത്തേത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാനിതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഒന്നാമത്തെ രക്ഷ ഏതിൽ നിന്നാണ്? മിൻ ശർരി ബസ്വരി, അല്ലാഹുവേ കാഴ്ചകളുടെ തിന്മയിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമെന്നാണ് അർത്ഥം. എന്താണ് സഹോദരങ്ങളെ
കാഴ്ചകളുടെ തിന്മയിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണ്? അതിന്റെ ആശയം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നല്ലതു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അലം നജ്അൽ ലഹു ഐനൈൻ, ഞാൻ നിനക്ക് 2 കണ്ണു തന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ, അള്ളാഹുവേ ആ തന്ന കണ്ണുകൊണ്ട് ഞാൻ പരമാവധി നന്മയാണ് നാഥ കണ്ടത്. ഞാൻ മാത്രല്ല, എന്റെ മക്കളും എന്റെ കുടുംബവും ആ നല്ല കാഴ്ച അനുഭവിക്കുന്നവരും ആ കണ്ണുകൊണ്ട് നല്ലത് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് എന്ന് നമ്മുടെ ജീവിതം നമ്മൾ തെളിയിച്ചതാണ്. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ്. നമ്മൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഈ കണ്ണ് നാളെ പരലോകത്ത് വന്ന് നമ്മുടെ സ്വർഗത്തിന് വേണ്ടി സാക്ഷി പറയണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ സാഹചര്യം അങ്ങനെയല്ല. സാഹചര്യം അങ്ങനെയല്ല. നമ്മൾ വിചാരിക്കാതെ പോലും നമ്മുടെ കാഴ്ചയെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് എത്തിക്കുകയും അതുവഴി നമ്മുടെ ജീവിതത്തെ നരകത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ പരിസരങ്ങൾ നമ്മൾക്ക് അനുഭവങ്ങളാക്കി തരികയാണ്. നമ്മൾ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കൂട്ടുകാരുടെയോ കുടുംബക്കാരുടെയോ ഒരു ചിത്രം കാണാൻ വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരൊറ്റ മിനിറ്റ് നമ്മളത് സ്ക്രോൾ ചെയ്താൽ അതിൽ 1-2 കാര്യങ്ങളെ നമ്മുടെ കണ്ണിന് അള്ളാഹുവിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കാഴ്ചകൾ ഉണ്ടാകുള്ളൂ. എന്റെയും നിങ്ങളുടെയും ഫോൺ നമ്മൾക്കതിന് തെളിവാണ്. അതിൽ ഒരൊറ്റ മിനിറ്റോ 2 മിനിറ്റോ നമ്മൾ സ്ക്രോൾ ചെയ്താൽ അതിൽ വരുന്ന മഹാഭൂരിപക്ഷവും നമ്മുടെ ജീവിതത്തിൽ ഹറാമായ കാഴ്ചകളിലേക്ക് എത്തിക്കുന്നതോ തോന്നിവാസങ്ങളിലേക്ക് എത്തിക്കുന്നതോ ആയ കാഴ്ചകളാണ്. നമ്മൾ ആഗ്രഹിച്ചിട്ട് വരുന്നതല്ല. നമ്മൾ ആഗ്രഹിച്ചിട്ട് വരുന്നതേ അല്ല, നമ്മളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നമ്മൾ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യം ടൈപ്പ് ചെയ്താൽ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി, +2 പഠിക്കുന്ന ഒരു കുട്ടി അവന്റെ പഠന സംബന്ധിയായി യൂട്യൂബിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ യൂട്യൂബ് അവന് കൊടുക്കുന്ന ഓപ്ഷനുകളിൽ 4-5 പഠന സംബന്ധിയായിട്ട് അവൻ ടൈപ്പ് ചെയ്ത് വരികയുള്ളൂ. ബാക്കിയെല്ലാം അതിനിടയിലുള്ള തോന്നിവാസ വീഡിയോകളാകും. പുതിയ വന്ന ട്രെൻഡിങ് അർദ്ധനഗ്നയായ സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയോ വീഡിയോകളാകും. നല്ലത് ടൈപ്പ് ചെയ്താൽ പോലും, നല്ലത് അന്വേഷിച്ചാൽ പോലും തിന്മ കാണുവാനുള്ള പ്രേരണയാണ് ചുറ്റുപാടുകൾ മുഴുവനും നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും മുന്നിലിട്ട് തരുന്നത്. ഇത് ഗൗരവമുള്ള കാര്യമാണ്. വിശ്വാസിക്ക് അങ്ങേറ്റം പ്രയാസമുള്ള ഒരു കാര്യമാണ്. 100 കിലോമീറ്റർ ഇവിടെ നിന്ന് സ്വന്തം കാറിലോ ബസ്സിലോ ഒന്ന് യാത്ര പോയാൽ മതി. സഹോദരങ്ങളെ, ചുറ്റുഭാഗത്ത് കാണുന്ന ഫ്ലെക്സ് ബോർഡുകളിൽ അടിവസ്ത്രത്തിന്റെ പരസ്യം മുതൽ ഏതെങ്കിലും വൃത്തികേട് കാണുന്ന സകല തോന്നിവാസങ്ങളും നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണുകളുടെ മുന്നിലൂടെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അത് പോസ്റ്ററായി, വീക്കിലികളുടെ പേജുകളായി, പത്രങ്ങളിൽ വരുന്ന ചിത്രങ്ങളായി, ടിവിയിൽ തെളിയുന്ന വാർത്തകളുടെ ഇടയിൽ വരുന്ന ചിത്രങ്ങളോ പരസ്യങ്ങളോ ആയി ഹറാമായ കാഴ്ചകൾ നിരന്തരമായി നമ്മുടെ കണ്ണിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളുടെ കൂടെ നടന്നു പോകുമ്പോൾ ഇതുപോലൊരു കാഴ്ച ഇങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ടതാണ്. പ്രവാചകൻ സഹാബാക്കളോട് പറഞ്ഞ വാക്കെന്തറിയോ? ഇസ്രിഫ് ബസറക്, സഹാബാക്കളെ കണ്ണ് മാറ്റടാ അവിടുന്ന്. അറിയാതെ കണ്ടതാണെങ്കിൽ കണ്ണ് മാറ്റടാ. സഹോദരങ്ങളെ, നബി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എത്ര കിലോമീറ്ററുകൾ കണ്ട് ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഓരോ കിലോമീറ്ററിലും റസൂൽ നമ്മോട് പറയേണ്ടി വരും, എടാ കണ്ണ് മാറ്റടാ, കണ്ണ് മാറ്റടാ. ഓരോ ചാനലുകൾക്കിടയിലും നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് നബി പറയും, എടാ ആ ചാനൽ മാറ്റടാ. ഇടാൻ ചാനൽ പോലും ഇല്ലാത്ത രൂപത്തിൽ കാഴ്ചകൾ ഇങ്ങോട്ട് ഹറാമുകൾ തന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ നമ്മൾ അല്ലാണ്ട് പ്രാർത്ഥിക്കാൻ, പടച്ചോനെ ഞങ്ങളെ പരമാവധി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അല്ലാഹുവേ ഇന്നി അഊദു ബിക മിൻ ശർരി ബസരി, അല്ലാഹുവേ കാഴ്ച കൊണ്ട് ഞങ്ങൾ അറിയാതെയോ അറിഞ്ഞോ ഇങ്ങോട്ട് വന്നിട്ടോ ആകർഷിപ്പിച്ചിട്ടോ ഹറാമായ കാഴ്ചകൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സ്വാധീനിക്കുന്നതിൽ നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. ആ പ്രാർത്ഥന നമുക്ക് ബലം നൽകും. എന്താ ബലം എന്നറിയോ? തോന്നിവാസപരമായ കാഴ്ചകളിൽ നിന്ന് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. കാരണം പ്രാർത്ഥിക്കുന്ന ആളാണ്. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ അള്ളാഹു സംരക്ഷിക്കും. അതുകൊണ്ട് കാഴ്ചകൾ ഏറ്റവും നരകത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. അത് ചുറ്റുപാടും ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ആ ക്ഷണിക്കുന്നത് എത്ര ആൾക്കാർ പറയലുണ്ടറിയോ? ചില വീട്ടിലെ വാങ്ങുന്ന പത്രത്തിൽ നിന്ന് മൗലവി ചില പേപ്പറൊക്കെ അതിന്റെ മധ്യത്തിലുള്ള ഭാഗം ചില പേജൊക്കെ കീറിയിട്ട് വീട്ടിൽ വെക്കാൻ തോന്നലുള്ളൂ. കാരണം ആ പേജ് മൊത്തം
വീട്ടുകാർക്ക് കാണാൻ പറ്റാത്ത ചിത്രങ്ങളുടെ പരസ്യമായിരിക്കും. വീട്ടിൽ വാങ്ങുന്ന, പൈസ എടുത്ത് വാങ്ങുന്ന, വാർത്തകൾ വായിക്കാൻ വേണ്ടി വാങ്ങുന്ന പത്രത്തിൽ പോലും മക്കൾക്കിടയിൽ വെച്ച് വാർത്ത വായിക്കാൻ കഴിയാത്ത വിധം അസഭ്യങ്ങളും തോന്നിവാസങ്ങളും ഇങ്ങോട്ട് വരാൻ. അതിനിടയിൽ വിശ്വാസി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ഹറാമെന്ന് മാറി നിൽക്കാൻ കഴിയണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ബസരി. ബസർ എല്ലാവർക്കും അറിയാം. അല്ലാഹുവേ, കണ്ണുകൊണ്ടുള്ള ഹറാമും ഷർറിൽ നിന്ന് നാഥ നീ എന്നെ കാത്തുരക്ഷിക്കണമേ. രണ്ടാമത്തേത് വമിൻ ശർരി ലിസാനി, നാവിന്റെ ഷർറിൽ നിന്ന് നാഥ നീ എന്നെ കാത്തുരക്ഷിക്കണമെന്നാണ്. സഹോദരങ്ങളെ, എന്തേ നാവിൽ നിന്ന്? നമ്മൾക്കറിയാം, നേരത്തെ ഓതിയ ആയത്തിന്റെ ബാക്കി അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അല്ലാഹു നമ്മൾക്ക് നാളെ പരലോകത്ത് നാവിനെയും കണ്ണിനെയും ചുണ്ടിനെയും എന്തിനുപയോഗിച്ചു എന്നതിൽ നമ്മുടെ നാവ് നമ്മൾക്കെതിരായി പറയരുത്. ഒരു കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നബി എല്ലാ സഹാബാക്കളെയും വിളിച്ചു. നബി സഹാബാക്കളോട് പറഞ്ഞ വാക്കെന്താ അറിയോ? നിങ്ങൾ സ്വർഗം ആഗ്രഹിക്കുന്നവരല്ലേ? സഹാബാക്കൾ പറഞ്ഞു, ബലാ യാ റസൂലുള്ളാഹ്. റസൂലുള്ളാഹ്, സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടല്ലേ നിങ്ങൾ മുസ്ലിം ആയത്? സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടല്ലേ മദീന പള്ളിയിൽ വന്നത്? സ്വർഗം ആഗ്രഹിക്കുന്നതുകൊണ്ടല്ലേ റസൂലുള്ളാഹ് നിങ്ങളുടെ ഖുത്ബ ഞങ്ങൾ കേൾക്കണേ? റസൂലുള്ളാഹ് പറഞ്ഞു, എങ്കിൽ മൻ യദ്മനു ലീ മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മനു ലഹു അൽ ജന്ന. ഞാൻ നിങ്ങൾക്ക് സ്വർഗം ദുനിയാവെന്ന് എഴുതി ഒപ്പിട്ട് തരാം. ഈ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വർഗം കിട്ടും എന്ന് ഞാൻ ദുനിയാവിൽ നിന്ന് തന്നെ എഴുതി ഒപ്പിട്ട് തരാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം. എന്താണത്? അതിലൊന്ന്, നിങ്ങൾ നിങ്ങളുടെ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള നാവിനെ പടച്ചോൻ ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ഉപയോഗിക്കൂല എന്ന് എനിക്ക് തിരിച്ചുറപ്പ് നൽകണം. തിരിച്ചുറപ്പ് നൽകണം. നമ്മളെക്കൊണ്ട്, എന്നെക്കൊണ്ട്, നമ്മളെക്കൊണ്ട് കഴിയാതെ പോകുന്ന പ്രവാചകന്റെ മുന്നറിയിപ്പാണത്. നമ്മളെക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് സഹോദരങ്ങളെ, ശ്രദ്ധിക്കുന്നുണ്ട്, പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ പഴച്ചു പോകുന്നു. ദേഷ്യം വരുമ്പം അസഭ്യങ്ങൾ വരികയാണ്. 61 വയസ്സ്, 71 വയസ്സ് പ്രായാണ്. 19കാരനും 17കാരനും അങ്ങാടിയിൽ നിന്ന് അവന്റെ കൂട്ടുകാരനെ തെറ്റിയാൽ വിളിക്കുന്ന അതേ തെറി 81 വയസ്സായി ശരീരം കിതക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും മാറുന്നില്ലെങ്കിൽ തിരിച്ചു പോകണം. തിരിച്ചു പോകണം. ദേഷ്യം വരുമ്പം നമ്മുടെ സംസാരത്തിലൂടെ അങ്ങോട്ട് വരുന്ന വാക്ക് ഒരു മനുഷ്യന്റെ ആജീവനാന്തം അവന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന വാക്കാണെങ്കിൽ, നമ്മളൊരു വിഷയത്തിൽ നമ്മുടെ സംസാരം കൊണ്ട് രണ്ടുപേർ പരസ്പരം മരിക്കുന്നത് വരെ പിണങ്ങി നിൽക്കുന്ന സംസാരം, നമ്മുടെ സംസാരം കൊണ്ട് ആളുകൾക്കിടയിൽ ഭിന്നത വന്നിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, ഗുരുതരമാണല്ലോ. ഗുരുതരമാണല്ലോ. സാധാരണ തെറ്റൊന്നുമല്ല. മക്കയെ പിടിച്ചിട്ടാ റസൂൽ പറഞ്ഞത്, കഅബയെ പിടിച്ചിട്ടാ റസൂൽ പറഞ്ഞത്, ദുൽഹജ്ജിനെ പിടിച്ചിട്ടാ പറഞ്ഞത്. കഹുരുമിക യൗമിക്കും ഹാദാ വബലദിക്കും ഹാദാ വശഹരിക്കും ഹാദാ. നമ്മുടെ സംസാരത്തിൽ പടച്ചോൻ ഇഷ്ടമില്ലാത്ത കാര്യം വന്ന് മറ്റൊരാളെ ജീവിതത്തിൽ അത് പ്രയാസമുണ്ടാക്കുകയോ കണ്ണുനീരുണ്ടാക്കുകയോ അയാളുടെ ജീവിതത്തിൽ മുറിവേൽപ്പിക്കുകയോ ചെയ്യുന്നത് കഅബാലയത്തെ കുറ്റം പറയുന്ന കുറ്റമാണ് അയാൾക്ക് കിട്ടുക. ഹറമിനെ തോന്നിവാസം പറഞ്ഞതിന്റെ കുറ്റമാണ് അയാൾക്ക് കിട്ടുക. ദുൽഹിജ്ജ മാസത്തെ, പവിത്രമായ ദുൽഹിജ്ജ മാസത്തെ അവഹേളിച്ചതിന്റെ കുറ്റമാണ് അയാൾക്ക് കിട്ടുക. അഥവാ ഗുരുതരമായ കുറ്റാണ്. എനിക്കും നിങ്ങൾക്കും നമ്മുടെ സംസാരത്തിൽ അബദ്ധങ്ങളിലൂടെ വന്നാൽ കിട്ടുക. അവിടെ നമ്മൾ അല്ലാണ്ട് പ്രാർത്ഥിക്കണം, പടച്ചോനെ ഞാൻ പരമാവധി എന്റെ കോപത്തെ അടക്കി നിർത്താൻ ശ്രമിക്കുന്ന ആളാണ്, ചെയ്യുന്നുണ്ട്. തെറ്റുകളും തോന്നിവാസങ്ങളും അസഭ്യങ്ങളും ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ കൺട്രോൾ ചെയ്ത് വരുന്നുണ്ട്. എന്റെ ഭാര്യനെ ഞാൻ ആദ്യം വിവാഹം കഴിക്കുമ്പോ തുടക്കത്തിലൊക്കെ ഞാൻ രണ്ടാമത്തേനും മൂന്നാമത്തേനും തെറി പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ പടച്ചോനെ കൺട്രോൾ ചെയ്തുകൊണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നാഥ, മനുഷ്യ സഹജമായി ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുന്ന വല്ല വാക്കുകൾ കേൾക്കുമ്പോഴോ, ഞാൻ അവഹേളിതനായി എന്ന് തോന്നുമ്പോഴോ, അറിയാതെ എന്റെ നാവിൽ നിന്ന് വരുന്ന തെറ്റുകൾ അത് നിഫാഖിലേക്ക് എത്തുന്ന, കുഫറിലേക്ക് എത്തുന്ന, ഹറമിനെ ചീത്ത പറയുന്നതിന് സമാനമായ തെറ്റായി വരുന്ന, ഗുരുതരമായി നരകത്തിലേക്ക് എത്തുന്ന, പാവമായി വരുന്ന പലതും വന്നുപോണ്ട് നാഥ. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ബസരി, കണ്ണുകൊണ്ടുള്ള തെറ്റിൽ നിന്നും, വമിൻ ശർരി ലിസാനി, നാവ് കൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ നിന്നും നാഥ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ ലിസാനാണ്. മൂന്നാമത്തത് സംആൻ. സംഅ എന്ന് പറഞ്ഞാൽ കേൾവി. എന്താ സഹോദരങ്ങളെ, കേൾവിയുടെ ശർറിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ലളിതമാണ്. നമ്മൾ
നല്ലത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ചീത്തത് കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. മതപരമായും ഭൗതികപരമായും അള്ളാഹുവിനെ കുറിച്ച് നല്ലത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പ്രാർത്ഥിക്കാമെന്ന് ആര് പറയുന്നതും കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നല്ലത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഖുർആനിനെ കുറിച്ചും സഹാബാക്കളെ കുറിച്ചും. എന്നാൽ അതേ നമ്മൾ നബിയെയും സഹാബാക്കളെയും ഖുർആനെയും തോന്നിവാസം പറയുന്നത് കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ അല്ലാണ്ട് പ്രാർത്ഥിക്കണം എന്താ? പടച്ചോനെ, ഞാൻ ശ്രദ്ധിച്ചിട്ടും സോഷ്യൽ മീഡിയയിലും അങ്ങാടിയിലും എന്റെ കൂട്ടുകാർ പഴച്ചത് വഴിയും ഞാൻ പലതും ദീനിനെതിരായത് കേട്ടുകൊണ്ടിരിക്കുന്നു. നാഥ, അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. കഴിഞ്ഞില്ല. ഭൗതികമായും നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നല്ലത് സംഭവിക്കുന്നതിനെ കുറിച്ച് കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചുറ്റുഭാഗത്ത് എന്താ നിങ്ങൾ കേൾക്കുന്നത്? ചുറ്റുഭാഗത്ത് കൊന്നത്, കഴുത്തറുക്കണത്, ആസിഡ് ഒഴിക്കണത്, കുടിച്ചു മൂടുന്നത്, ചതിക്കണത്, വഞ്ചിക്കണത്, വീടും ഭാര്യയും ഭാര്യയുടെ കുടുംബക്കാരും ഭർത്താവിന് സമ്മാനവുമായി വരുന്നവനെ അടിക്കുന്നത്, ഭാര്യയെയും കുട്ടിയെയും പെട്രോളും മണ്ണെണ്ണയും ഒഴിച്ച് വീടടക്കം കത്തിക്കണത് നമ്മൾ കേൾക്കാൻ ഓരോ ദിവസവും ഇന്നലെ നമ്മൾ കണ്ടില്ലേ? +1 സീറ്റിന് വേണ്ടി ബാപ്പയും ഉമ്മയും കുട്ടിയും ഓട്ടോറിക്ഷയിൽ പോകാൻ ആക്സിഡന്റ് പറ്റി 3 പേരും ഒന്നിച്ചു മരിച്ചു. സ്വന്തം വീട്ടിൽ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇലക്ട്രിക് ഓട്ടോമാറ്റിക് റിമോട്ടുകൾ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഗേറ്റുകൾ, ആ ഗേറ്റിന്റെ അടിയിൽപ്പെട്ട് സ്വന്തം പേരക്കുട്ടി മരിച്ചത് കണ്ട് സങ്കടപ്പെട്ട് നെഞ്ചു പടഞ്ഞ് വെല്ലിമ്മയും മരിച്ചു. നമ്മൾ കേൾക്കുന്ന വാർത്തയാണ്. പടച്ചോനെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഇ, എന്റെ വീട്ടിലും എന്റെ പരിസരത്തും എന്റെ പേരക്കുട്ടിക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ വാപ്പാക്കും എന്റെ ഉമ്മാക്കും ഇത്തരം ദുരന്ത കാര്യങ്ങൾ വരുന്നതും അത് കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്നാതാ ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. 2 തരത്തിലാണ്. ഒന്ന് ദീനിനെതിരായ കാര്യങ്ങൾ ഞാനും എന്റെ മക്കളും കേൾക്കുക, വഴിതെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളിലേക്ക് കേൾവിയിലൂടെ എത്തിക്കുക. പടച്ചോനെ, അതിന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. 2, സന്തോഷകരമായ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന ഇത്തരം വാർത്തകൾ പടച്ചോനെ കേൾക്കാതിരുന്നെങ്കിൽ എന്റെ കുടുംബത്തിലും എന്റെ ചുറ്റുഭാഗത്തും ഞാൻ ഇഷ്ടപ്പെടുന്നവയിൽ നിന്നും കേൾക്കാതിരുന്നെങ്കിൽ എന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ. 3-ാമത്തെ കാര്യം 4, വമിൻ ശർരി മനി എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ, നേർക്കുനേരെ പറഞ്ഞാൽ വ്യഭിചാരത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ്. വ്യഭിചാരത്തിൽ നിന്ന് ഒറ്റ വാചകത്തിൽ അവസാനിപ്പിക്കാൻ, വിശദീകരിക്കേണ്ട കാര്യം ഒറ്റ ചെറിയ കാര്യം. ചുറ്റുഭാഗത്തും പരിസരത്തുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ അടയാളമായി പറഞ്ഞത്, അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന ഒരാൾ വഴിവക്കിൽ നിന്ന് വ്യഭിചരിക്കുന്നത് കണ്ടിട്ട് പറയും അവനോട്, എടാ വീട്ടിൽ പോയി ചെയ്തൂടെ എന്ന് പറയും. നീതി ചെയ്യല്ലേ എന്ന് പറയാൻ മാത്രം നാട് പോയിട്ടുണ്ടാവും. ഈ ചെയ്യുന്നത് വീട്ടിൽ പോയിട്ട് ഒറ്റക്ക് ചെയ്തൂടെ എന്ന് പറയുന്ന ഒരു കാലമുണ്ടാകും എന്ന് പ്രവാചകൻ പറയുന്നത് നേർക്കുനേരെ നമ്മൾ കാണുകയാണ്. ഒരു കലാലയം വിട്ടുകഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയാൽ ഒരു ബൈക്കിന്റെ മുന്നിലുമാണ് പിന്നിലുമാണ് നടുക്ക് നമ്മുടെ പ്രായപൂർത്തിയായ പെൺകുട്ടി. ഒരു പ്രശ്നവും തോന്നില്ല. ഒരു പ്രശ്നം. ഈ ഖുത്ബ പോലും അവർക്ക് അലോസരാണ്. മൗലവി, നിങ്ങളുടെ ചിന്താധാരക്കാണ് പ്രശ്നം. മൗലവിയുടെ ചിന്താധാരക്കാണ് പ്രശ്നം. ഒന്നിച്ചിരിക്കുന്ന ബസ് സ്റ്റാൻഡിൽ ആൺകുട്ടിയുടെ മടിയിൽ പെൺകുട്ടി ഇരിക്കുന്നതിന് പെൺകുട്ടിക്കും ആൺകുട്ടിക്കും പ്രശ്നമില്ല, ബാപ്പാക്കും ഉമ്മാക്കും പ്രശ്നമില്ല. പറയുന്ന മൗലവിക്കും പറയിക്കുന്ന ദീനിന്റെ ആളുകൾക്കുമാണ് പ്രശ്നം. അവിടേക്ക് വന്നു. കാഴ്ചയിലും കേൾവിയിലും ആസ്വാദനത്തിലും വ്യഭിചാരം കുറ്റമേ അല്ല. അതുകൊണ്ടാണ് വിവാഹത്തിന്റെ മുമ്പുള്ള ജീവിതത്തെക്കുറിച്ച്, ഡേറ്റിങ്ങിനെ കുറിച്ച്, വിവാഹം കഴിക്കാതെയുള്ള ജീവിതത്തെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് ഒരു പ്രശ്നമില്ലാത്തത്. വ്യഭിചാരം സർവതന്ത്ര സ്വതന്ത്രമായി മാറി. എല്ലായിടത്തും, കാണുന്നിടത്തും കേൾക്കുന്നിടത്തും. അവിടെ പടച്ചോനോട് യുവാക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഞാനൊരു ആപ്ലിക്കേഷന് വേണ്ടി പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പരസ്യമായി നഗ്നമായ സ്ത്രീയുടെ ഫോട്ടോയും ചിത്രങ്ങളും വന്ന് ആ ലിങ്കിലേക്ക് കയറാൻ ശൈത്താൻ തോന്നിപ്പിക്കുമ്പം പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് പടച്ചോനെ നീ എനിക്ക് തരണം. അങ്ങാടി കൂടെ ഇങ്ങനെ പോകുമ്പോഴേ 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളും തോളത്ത് കൈയിട്ട് പോകുമ്പോൾ
ഇന്റെ ടൈമിൽ അതൊന്നും കഴിഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചിങ്ങനെ ശൈത്താൻ ആലോചിച്ച് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഇങ്ങോട്ട് നമ്പർ ഒന്ന് വിളിക്കണമെന്ന് പറയുമ്പം പടച്ചോനെ നിഷിദ്ധമായ ഒരു കാര്യത്തിലേക്ക് വിളിക്കാൻ കഴിയാത്ത വിധം ഈമാനെ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. അതിനാ റസൂൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലാഹുവേ വ്യഭിചാരം എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. 4 കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. 1 വമിനി ശർരി ഐനി, അല്ലാഹുവേ കണ്ണുകൊണ്ടുള്ള തോന്നിവാസങ്ങളും വൃത്തികേടുകളും. 2 വമിനി ശർരി ലിസാനി, നാവ് കൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങളും പോരായ്മകളും അശ്ലീലതകളും തെറികളും പടച്ചോനെ. 3 വമിനി ശർരി സംഇ, കേൾവിയിലൂടെ വരുന്ന അനിസ്ലാമികവും കുടുംബത്തെ ബാധിക്കുന്നതുമായ ദുരന്ത വാർത്തകളിൽ നിന്നും. 4 വമിനി ശർരി മനി, അശ്ലീലതകൾ, ഹറാമുകൾ, വ്യഭിചാരങ്ങൾ, അതിന്റെ വഴിയിൽ നിന്നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് സഹോദരങ്ങളെ. 5 കാര്യങ്ങളാണ്. 5 വമിൻ ശർരി ഖൽബി എന്നാണ്. നമ്മൾക്ക് അത്ഭുതം തോന്നും ആ പ്രാർത്ഥനയുടെ ആകത്തുക. വമിൻ ശർരി ഖൽബി, ഹൃദയത്തിന്റെ ഷർറിൽ നാഥ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നതാണ്. ഈ പറഞ്ഞ 4 കണ്ണും നാവും ചെവിയും ലൈംഗിക വിശുദ്ധിയും, ഈ 4 അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ കൽബ് ശരിയാകണം. ആ കൽബ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുഫറിലേക്ക് പോകാതെ, ഷിർക്കിലേക്ക് പോകാതെ, ബിദ്അത്തിലേക്ക് പോകാതെ തൗഹീദിലും ദീനിലും അടിയുറപ്പിച്ച് നിർത്തേണമേ. ആവർത്തിക്കുന്നു, വിശാലമായി പറയേണ്ട സംഗതിയാണ്, എങ്കിലും ഒറ്റ വാചകത്ത് പറയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, യുസ്ബിഹു റജുലു മുഅ്മിനൻ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണ ഒരു ബാപ്പ, ഒരു ഉമ്മ, മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുബൈ നിസ്കരിച്ച് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. വയുംസി കാഫിറൻ, വൈകുന്നേരം വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അല്ല എന്തിനാപ്പ നമ്മോട് നിസ്കരിക്കാനൊക്കെ പറയണം? അതിനെന്താ അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യം എന്താ? എന്തിനാപ്പം നമ്മക്കൊരു കാര്യം കിട്ടാൻ വേണ്ടി അള്ളാഹ്ക്ക് നമ്മളെ മനസ്സത്തത് എടുത്താണ്ട് ചെയ്തെന്നൂടെ? അതിനെന്തിനാ അള്ളാഹോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞാണ്? എന്താ ഇപ്പം ഇങ്ങനെ ഓരോ നിസ്കാരത്തിലും കുമ്പിടാനും ഇതിലൊക്കെ എത്ര കൊല്ലായി ഇപ്പൊ ഇതൊക്കെ എന്ന് പറയുന്ന ചിന്തയിലേക്ക് വൈകുന്നേരം വീട്ടിൽ എത്തിയപ്പോഴേക്കും ആയി. ഇങ്ങനൊരു കാലം വരും എന്നാ പറഞ്ഞു. നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ വെറുതെ ആലോചിക്കുക, വെറുതെ സാന്ദർഭികമായിട്ട് വരാൻ വെറുതെ ആലോചിക്കുക എവിടെ എത്തിയേക്കാണ്. നിസ്കരിക്കാത്തതല്ലോ പ്രശ്നം, എന്തിനാണ് നിസ്കാരം? എന്തിനാ കല്യാണം? എന്തിനാ ഇങ്ങനെ കുറെ പ്രാർത്ഥിച്ചിട്ട്? അതിന്റെ ബാക്കി ഭാഗമാണ് മുമ്പ് പറഞ്ഞ പോലെ. എന്തിനാ ഉളുഹിയത്ത്? നമുക്ക് തോന്നുകയാണല്ലോ, നമുക്ക് തോന്നുന്നു. എന്തിനാ ഇവിടുന്ന് പൈസ കൊടുക്കേണ്ട ഹജ്ജ് ഉംറയും? നമുക്ക് തോന്നുകയാണ്. അതാണ് മുഅ്മിൻ ശർരി ഖൽബി എന്ന് പറഞ്ഞാൽ. പടച്ചോനെ കാത്തു നിൽക്കുകയാണ് ശൈത്താൻ. ഞാൻ അങ്ങനെ ചിന്തിച്ച് കിട്ടിയാൽ മതി, ബാക്കി ശൈത്താൻ ഏറ്റെടുത്തോളും. ചിന്തിച്ച് കിട്ടിയാൽ മതി നമ്മളങ്ങനെ. ബാക്കി ശൈത്താൻ അതിന് പറ്റിയൊരു ടീമിനെ ഉണ്ടാക്കി തരും, അതിന് പറ്റിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി തരും, അതിന് പറ്റിയ പണ്ട് നിസ്കരിച്ചിട്ട് ഇപ്പൊ നിസ്കാരം ഒഴിവാക്കിയ കുറച്ച് കുഫറുള്ള ആൾക്കാരും കൂടി കൂട്ടിത്തരും. എന്നിട്ട് നമുക്ക് ഭയങ്കര സംഭവമായിട്ട് നമുക്ക് തന്നെ തോന്നും. എന്നിട്ട് ഇടക്കിടക്ക് ഓരോ പരിപാടിയും വലിയ സംഭവം. എന്നിട്ട് എന്തിനാ പള്ളി, എന്തിനാ ദീൻ, എന്തിനാ മദ്രസ, ഇത് ചോദിക്കേണ്ട ടീമിനെ അങ്ങനെ ഉണ്ടാക്കി തരും. നമ്മൾ അള്ളാഹുവിനോട് ശരിക്ക് പ്രാർത്ഥിക്കണം. ഇതൊക്കെ തെറ്റാണ്, ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ച് ചെയ്ത കാര്യമൊക്കെ മഹാ അബദ്ധമാണെന്ന് മക്കളിലൂടെയും പേരക്കുട്ടിയിലൂടെ ഒക്കെ ജീവിതത്തിൽ കൂടെ അള്ളാഹ് തെളിയിച്ചു തരുമ്പോഴേക്കും 10-15 വയസ്സായിട്ടുണ്ടാവും. ഒക്കെ തീരുമാനമായിട്ടുണ്ടാവും. തിരിച്ചു വരാൻ കഴിയാത്ത വിധം അബദ്ധങ്ങളുടെ പടുകുടിയിൽ പോയിട്ടുണ്ടാവും. ശരിക്ക് പ്രാർത്ഥിക്കണം അള്ളാഹിനോട്. നമ്മൾ ശ്രമിക്കുന്നതോടൊപ്പം പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഹുസ്നുൽ മുസ്ലിം എന്നാണ്, മുസ്ലിമിന്റെ രക്ഷാകവചാണ്. രക്ഷാകവചം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ആക്രമിക്കുന്ന ഒരാൾക്ക് നേരെ അങ്ങോട്ട് ആക്രമിക്കുക മാത്രമല്ല, പ്രതിരോധിക്കുവാൻ നമ്മൾ ഒരുക്കുന്ന രക്ഷാകവചനാണ് ഹുസ്നുൽ മുസ്ലിം.
ശൈത്താനിൽ നിന്ന്, കുഫ്റിന്ന്, ശിർക്കിന്ന്, ഹറാമെന്ന്, വ്യഭിചാരത്തിന്ന്, കാഴ്ചയും കേൾവിയും നാവിന്റെ സംസാരവും വ്യഭിചാരവും സകലമാന തോന്നിവാസങ്ങളിൽ നിന്നും ഇങ്ങോട്ടക്രമിക്കുമ്പം പ്രതിരോധിച്ചു നിർത്താൻ, നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്താൻ അള്ളാഹു നമ്മൾക്ക് പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയാണ് ദുആ എന്ന് പറഞ്ഞത്. അതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാനിതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു, മിൻ ശർരി ബസ്വരി, എന്റെ കണ്ണിന്റെ ശർറിൽ നിന്ന്, വമിൻ ശർരി ലിസാനി, എന്റെ നാവിന്റെ ശർറിൽ നിന്ന്, വമിൻ ശർരി സംഇ, എന്റെ ചെവിയുടെ ശർറിൽ നിന്ന്, വമിൻ ശർരി മനി, വ്യഭിചാരത്തിന്റെ ശർറിൽ നിന്ന്, വമിൻ ശർരി ഖൽബി, ഹൃദയം പിഴച്ചു പോകുന്നതിൽ നിന്ന്. നിരന്തരമായി പ്രാർത്ഥിക്കുക, അള്ളാഹിനോട് രക്ഷ ചോദിക്കുക, തെറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥൻ നമ്മൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥാൻ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അമ്പിയാക്കന്മാരുടെ കൂടെ, ഔലിയാക്കന്മാരുടെ കൂടെ സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് ചേരാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും റഹ്മാനായ നാഥ, വദൂദായ നാഥ, ഗഫൂറായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളെ ചെറുപ്പത്തിൽ സഹായിച്ചവർ, ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾക്ക് താങ്ങായി നിന്നവർ എല്ലാവർക്കും നാഥ നീ അനുഗ്രഹങ്ങൾ ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായി മാനസികമായി ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, വൈവാഹിക ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, മക്കളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. റഹ്മാനായ നാഥ നീ അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾ നന്നായി വളരുവാനും ദീനിയായി വളരുവാനും നന്നായി പഠിക്കുവാനും ഹലാലായ സമ്പാദ്യങ്ങളിലേക്ക് എത്തുവാനും നാഥ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.